വിദ്യാധനം സർവധനാൽ പ്രധാനം. വിദ്യാഭ്യാസ രംഗത്ത് ഉറച്ച കാൽവെപ്പുമായി ആത്മവിശ്വാസത്തോടെ മുന്നേറാൻ വിജയ കോളേജ്. പരിചയസമ്പന്നരായ അധ്യാപകരുടെ കീഴിൽ ചിട്ടയായ പരിശീലനം നൽകി ഭാവിയിലെ വാഗ്ദാനങ്ങളാക്കി മാറ്റുന്നു ഓരോ വിദ്യാർത്ഥികളെയും. വിജയ കോളേജ് നിയർ ബസ് സ്റ്റാൻഡ്, ചേലക്കര. ഫോർമർലി വിജയ ട്യൂട്ടോറിയൽ കോളേജ് സിൻസ് 1960. അഖിലേന്ത്യാ പണിമുടക്കിന്റെ ഭാഗമായി CITU-വിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും ധർണയും നടത്തി. കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി ദ്രോഹ നടപടികൾക്കെതിരെ വിവിധ ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ നടത്തിയ പണിമുടക്കിനോടനുബന്ധിച്ച് നഗരത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. രാവിലെ ഹെഡ് പോസ്റ്റ് ഓഫീസിൽ നിന്നും ആരംഭിച്ച പ്രകടനം സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു. മുൻ CPM കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലൻ പ്രതിഷേധം ഉദ്ഘാടനം നിർവഹിച്ചു. ലേബർ കോഡുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതെത്ര പറഞ്ഞാലും അതിന്റെ പ്രാധാന്യം ഇല്ലാതാകുന്നില്ല. അതുകൊണ്ട് ഞാൻ ആ ഒരു ഭാഗം മാത്രമേ ഇവിടെ സൂചിപ്പിക്കാറ്. യഥാർത്ഥത്തിൽ ഈ പ്രക്ഷോഭം മെയ് മാസം 20-ാം തീയതി നടക്കേണ്ടതായിരുന്നു. രാവിലെ 10 മണിയോടുകൂടി സംയുക്ത തൊഴിലാളി യൂണിയനുകളുടെ ആഭിമുഖ്യത്തിൽ ഹെഡ് പോസ്റ്റ് ഓഫീസിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനം സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും സമാപിച്ചു. നിരവധി യൂണിയൻ അംഗങ്ങൾ പ്രതിഷേധ പ്രകടനത്തിന്റെ ഭാഗമായി. സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിൽ നടന്ന സമാപന പരിപാടിയിൽ മുൻ മന്ത്രി AK ബാലൻ പ്രതിഷേധ പ്രകടനം ഉദ്ഘാടനം നിർവഹിച്ചു. തൊഴിലാളി നയങ്ങളെ അടിച്ചമർത്തുന്ന കേന്ദ്ര സർക്കാർ തീരുമാനങ്ങൾക്കെതിരെ തൊഴിലാളികളെല്ലാം ഒറ്റക്കെട്ടാണ്. രാജ്യത്തെ കുത്തക മുതലാളികൾക്ക് വിറ്റുതുലയ്ക്കുന്ന മോദിയുടെ നിലപാടുകൾക്കെതിരെയാണ് ഓരോ തൊഴിലാളികളും എന്ന് സമരത്തിന്റെ ഭാഗമായത്. തൊഴിലാളികൾക്ക് നൽകേണ്ട അവകാശങ്ങളും ആനുകൂല്യങ്ങളും ലഭ്യമാക്കിയില്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി ഇനിയും രംഗത്ത് വരുമെന്നും AK ബാലൻ ഉദ്ഘാടനവേളയിൽ പറഞ്ഞു. CITU ജില്ലാ പ്രസിഡന്റ് M ഹംസ, AITUC സംസ്ഥാന സെക്രട്ടറി വിജയൻ കുനിശ്ശേരി, മുൻ MP NN കൃഷ്ണദാസ്, മുൻ MLA TK നൌഷാദ്, വിവിധ ട്രേഡ് യൂണിയൻ ഭാരവാഹികളായ K മല്ലിക, PG രാമദാസ്, S അനന്തകൃഷ്ണൻ, ഉണ്ണികൃഷ്ണൻ, MM ഹമീദ്, മുബാറക്, സരള തുടങ്ങിയവർ പ്രതിഷേധ പ്രകടനത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ഡെസ്ക് CCV.